മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് മരിച്ച നിലയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയെ മുൻ സുഹൃത്ത് ഒന്നിലധികം തവണ പീഡിപ്പിച്ചതായി പോലീസ്. ബിനോയിയുടെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ആത്മഹത്യയിൽ പ്രതിക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും പോലീസ് അറിയിച്ചു. ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും സൂചനയുണ്ട്. മകളുടെ മരണത്തിന് ഉത്തരവാദി ബിനോയ് തന്നെയാണെന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണവും ശക്തമാണ്. പെൺകുട്ടി പ്രായപൂർത്തിയാകും മുമ്പ് ഒന്നിലധികം തവണ ബിനോയ് പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വർക്കല അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം. പെൺകുട്ടിയെ കൊണ്ടുപോയ സ്ഥലങ്ങളിൽ ബിനോയിയെ എത്തിച്ച് പൂജപ്പുര പോലീസ് തെളിവെടുപ്പ് നടത്തി. കേസിലെ അതിനിർണായകമായ തെളിവുകൾ യുവാവിന്റെ ഫോണിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. മരണപ്പെട്ട പെൺകുട്ടിയും ബിനോയും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയെ ബിനോയ് ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മരണകാരണം സൈബർ ആക്രമണമാകാമെന്ന ആരോപണവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച പോലീസ് ചില കമന്റുകൾ വീണ്ടെടുത്തിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ സൈബർ ടീം പരിശോധിച്ചു വരികയാണ്. എന്നാൽ മകളുടെ മരണത്തിന് ഉത്തരവാദി ബിനോയ് തന്നെയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഒരു തരത്തിലും എൻ്റെ മകൾ സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബന്ധപ്പെട്ട് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല. കാരണം ഏത് കാര്യങ്ങളായിരുന്നാലും ശരി തന്നെ അവൾ നല്ല മനസ്സിന് നല്ല കട്ടിയോടി തന്നെ നിന്ന് അതിനെ നേരിടും. അതെനിക്ക് നല്ല ഉറപ്പാണ്. ഈ ബിനോയ് എന്ന് പറയുന്ന അവൻ തന്നെയാണ് എൻ്റെ മകളെ കൊല്ലിച്ചത്. കേസന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഒരുപാട് ദുരൂഹതകളും രഹസ്യങ്ങളുമുള്ള കേസാണിതെന്നുമാണ് പോലീസ് പറയുന്നത്. മരണപ്പെട്ട പെൺകുട്ടിയുടെയും അറസ്റ്റിലായ ആൺസുഹൃത്തിൻ്റെയും ഫോണുകൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും സുഹൃത്തുക്കളുടെ മൊഴിയെടുപ്പ് തുടരും. വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോടിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി അഷിൻ ഡിയാഗോ ചേരുന്നുണ്ട്. അഷിൻ, ഈ കേസ് കൂടുതൽ ഗൗരവതരമാവുകയാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കുട്ടിയെ ബിനോയ് ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വകുപ്പുകളും കൂടുതൽ ഗൗരവമായിരിക്കും. അന്വേഷണത്തിൽ എന്താണ് പോലീസ് പറയുന്നത്? റോഷിനി, ഈ ഒരു കേസിൽ ഏറെ ദുരൂഹതകളും രഹസ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലെ കണ്ടെത്തൽ. പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള രഹസ്യങ്ങൾ ഈ കേസിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഈ പോക്സോ വകുപ്പ് പ്രകാരം ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആൺസുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇയാളുമായി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെയാണ് പോലീസ് ഇയാളുമായി തെളിവെടുപ്പ് നടത്തിയത്. ഈ പെൺകുട്ടിയുമായി ഇയാൾ എത്തിയ സ്ഥലങ്ങളിൽ, അതായത് വർക്കല പോലുള്ള സ്ഥലങ്ങളിലാണ് ഈ പ്രതിയുമായി പോലീസ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ നിന്നും പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇയാളുടെ ഈ ഫോൺ സൈബർ ടീം പരിശോധിച്ചതിൽ നിന്ന് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പെൺകുട്ടിയുമായി ഇയാൾ നടത്തിയിരുന്ന ചാറ്റുകളെല്ലാം, വാട്സപ്പ് ചാറ്റുകളെല്ലാം ഈ പോലീസ് സൈബർ സംഘം വീണ്ടെടുത്തിട്ടുണ്ട്. നേരത്തെ ഈ ചാറ്റുകൾ, ഈ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ അതുപോലെ തന്നെ ഇവർ വേർപിരിയുന്ന സമയത്തുണ്ടായിരുന്ന ചാറ്റുകളെല്ലാം ഇയാൾ ഡിലീറ്റ് ആക്കിയിരുന്നു ഫോണിൽ നിന്നും. ഈ ഫോണിലെ ഈ ചാറ്റുകളെല്ലാം പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. ഈ ചാറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ഈ വാട്സാപ്പ് ചാറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ചുരുക്കത്തിൽ ഈ ഒരു മരണത്തിൽ ഈ മുൻ സുഹൃത്തിൻ്റെ ഒരു പങ്ക് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. കാരണം ഇയാൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. നിലവിൽ ഇദ്ദേഹത്തെ ഈ ഒരു പ്രതിയെ ഈ ഒരു കേസിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്കുകൾ പോലീസിന് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഇയാൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളത് സത്യമാണെന്ന് പോലീസ് പറയുന്നു. മറ്റൊന്ന്, ഈ പെൺകുട്ടിക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ പല അക്കൗണ്ടുകളും ഈ പെൺകുട്ടി മരിച്ചതോടെ ഇവർ ഈ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന കമൻറ്റുകൾ പിൻവലിച്ചിരുന്നു, ഡിലീറ്റ് ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട ചില അക്കൗണ്ടുകളും ആ കമൻറ്റുകളും പോലീസ് തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ ഇപ്പോൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ചില അക്കൗണ്ടുകളിൽ പോലീസ് കർശനമായ നടപടിയെടുക്കാനും സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. ഇവരെയും ഇത്തരത്തിൽ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ 2 കേസുകളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒന്ന് അസ്വാഭാവിക മരണത്തിനുള്ള കേസും മറ്റൊന്ന് ഈ പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലുള്ള കേസുമാണ് ഇപ്പോൾ പൂജപ്പുര പോലീസ് അന്വേഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ പെൺകുട്ടി പലതവണ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് അമ്മയുടെ ഒരു വെളിപ്പെടുത്തലായിരുന്നു. ഈ വെളിപ്പെടുത്തലിൽ ചുവടെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതിയെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്യുന്നതും. ഈ അമ്മയുടെ വെളിപ്പെടുത്തൽ പ്രകാരം 18 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടിയെ ഇയാൾ ഒന്നിലധികം തവണ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം, വർക്കല പോലുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ സ്ഥലങ്ങളിലെല്ലാമാണ് ഈ പോലീസ് ഇന്നലെ ബിനോയ്ക്കൊപ്പം എത്തി തെളിവെടുപ്പ് നടത്തിയത്. നിലവിൽ ഇയാൾ ഇപ്പോൾ പോലീസ് റിമാൻഡിലാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം
കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. കാരണം ഇയാൾ കഴിഞ്ഞ തവണ ഇന്നലെയൊക്കെ ചോദ്യം ചെയ്തിരുന്നപ്പോൾ ഇയാൾ പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരുന്നു, തനിക്കിതിൽ കൂടുതൽ പങ്കില്ല, സൈബർ ആക്രമണത്തിലും പങ്കില്ല എന്നുള്ളതായിരുന്നു ഈ ബിനോയ് ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ചാറ്റുകൾ വീണ്ടെടുക്കുകയും ഫോണിൽ നിന്ന് ചില ദൃശ്യങ്ങളും വീഡിയോകളും പോലീസ് കണ്ടെത്തിയതോടുകൂടി ഇയാൾ വീണ്ടും ഈ വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം ഇയാൾ പറയുന്നതിലും ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. മറ്റൊന്ന് ഈ സൈബർ ആക്രമണവും ഒരു മരണകാരണമായേക്കാമെന്നും പോലീസ് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദ അന്വേഷണവും നടക്കുന്നുണ്ട്. ഒരു പ്രത്യേക സൈബർ ടീമിനെ തന്നെ രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഈ സൈബർ ടീം ഇപ്പോൾ രണ്ടുപേരുടെയും, ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ ആൺ സുഹൃത്തിൻ്റെയും രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകൾ വിശദമായി തന്നെ പരിശോധിച്ച് വരികയാണ്. ഈ വിശദമായ പരിശോധനയിലാണ് ഈ ആൺകുട്ടിയുടെ മൊബൈലിൽ നിന്നും ഈ ആൺ സുഹൃത്തിൻ്റെ മൊബൈലിൽ നിന്നും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. റോഷ്നി. അശ്വിൻ, ഏറെ സന്തോഷവതിയായി കാണപ്പെട്ട ഒരു പെൺകുട്ടിയാണ് സമീപകാലത്ത് വിഷമത്തിലേക്ക് പോകുന്നത്. കുടുംബത്തിലുള്ളവരോട് പോലും പ്രതികരിക്കാത്ത തരത്തിലായിരുന്നു ആ കുട്ടിയെന്ന് കുടുംബം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ബിനോയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായോ ശാരീരികമായോ ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന സംശയത്തിൽ തന്നെയാണ് കുടുംബം ഇപ്പോഴും ഉള്ളത്, അല്ലേ? കുടുംബത്തിന്റെ മൊഴിയെടുക്കാൻ കൂടി അന്വേഷണ സംഘം ശ്രമിക്കില്ലേ? നിലവിൽ മകളുടെ മരണത്തിന് ഉത്തരവാദി ബിനോയ് തന്നെയാണെന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണമുണ്ട്, അല്ലേ അശ്വിൻ? റോഷ്നി, പെൺകുട്ടിയുടെ പിതാവ് ആവർത്തിച്ച് പറയുന്നത് ഈ ഒരു ആൺ സുഹൃത്തിന് ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ അച്ഛൻ ഈ സുഹൃത്തിനെതിരെ ഉന്നയിക്കുന്നത്. കാരണം മകളുടെ മരണത്തിന് ഉത്തരവാദി ഇയാൾ തന്നെയാണ്, ഈ പ്രതി തന്നെയാണ് എന്നാണ് ഈ പിതാവ് ഉറപ്പിച്ച് പറയുന്നത്. ഇവർ നേരത്തെ, ഈ പിതാവ് പറയുന്നതനുസരിച്ച് ഇവർക്ക് നേരത്തെ തന്നെ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു. സ്ഥിരം വീട്ടിൽ വരുമായിരുന്നു ഈ യുവാവ്, ഈ സുഹൃത്ത്. മാത്രമല്ല ഇവർ ഈ വേർപിരിഞ്ഞതിന് ശേഷം ഏതാണ്ട് 2 മാസത്തോളമായി ഇയാൾ വീട്ടിൽ വരുന്നുണ്ടായിരുന്നില്ല എന്നും പിതാവ് പറയുന്നുണ്ട്. മകൾക്ക് ഈ 2 മാസക്കാലമായി ഏറെ മനോവിഷമമുണ്ടായിരുന്നു, കടുത്ത മാനസിക സമ്മർദ്ദം ഇവരുടെ ഈ ഒരു വേർപിരിയലിന് പിന്നാലെ മകൾക്കുണ്ടായിരുന്നുവെന്നും അച്ഛൻ പറയുന്നുണ്ട്. ഇതിന് മകളെ ചികിത്സ നൽകിയെന്നും പിതാവ് പറയുന്നു. അങ്ങനെ ഈ പെൺകുട്ടി മരുന്ന് ഒക്കെ കഴിക്കുന്നുണ്ട് എന്നും പിതാവ് പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നും പിതാവ് പറയുന്നുണ്ട്. ഇതിൽ സൈബർ ആക്രമണമല്ല മരണകാരണം എന്നുള്ളതാണ് പിതാവ് ആവർത്തിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഈ പെൺകുട്ടിയുടെ മരണത്തിൽ ഈ ഏറെ ദുരൂഹതകളുണ്ടെന്ന് അച്ഛനും പറയുന്നുണ്ട്. കാരണം ഇതിൽ സത്യം പുറത്തു വരണമെന്നും പിതാവ് റിപ്പോർട്ടർ ടിവിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഈ സഹോദരനടക്കം ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. കാരണം സഹോദരനും ഇവർ 3 പേരുമാണ് ഇത്തരത്തിൽ ഈ റീൽസൊക്കെ ഷൂട്ട് ചെയ്യാനായി ഒക്കെ പോയിരുന്നത്, ഒന്നിച്ച് യാത്ര ചെയ്തിരുന്നതും ഇവരൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ആൺസുഹൃത്തിൽ നിന്ന് മോശമായ പെരുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ മരണപ്പെട്ട പെൺകുട്ടി സഹോദരനോടും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സഹോദരൻ ഈ അടുത്തിടെയായി സഹോദരിയിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെന്നും ഈ സഹോദരൻ നമുക്ക് നമ്മളോട് പറഞ്ഞിരുന്നു. അതിൽ അദ്ദേഹം, ഈ സഹോദരൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മരണ ദിവസം സഹോദരി വളരെ അസ്വസ്ഥയായിരുന്നു. അന്ന് രാവിലെ മുതൽ തന്നെ ഫോണുമായി മുറിയിൽ ഇരിക്കുകയായിരുന്നു, പുറത്തു വരികയോ ആരുമായി സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നും സഹോദരൻ പറയുന്നുണ്ട്. ഇതിനിടെയാണ് സഹോദരൻ രാത്രിയോടുകൂടി ഇടയ്ക്കിടയ്ക്ക് സഹോദരിയുടെ മുറിയിൽ ചെന്ന് നോക്കുകയും സഹോദരി അപ്പോഴും ഫോണും പിടിച്ച് കട്ടിലിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. പിന്നീട് രാത്രി ആയതോടെ 11:30 ആയതുകൂടിയാണ് ഒരു അനക്കവും ഇല്ലാതെ വന്നപ്പോൾ മുറിയിലേക്ക് ചെന്ന് നോക്കുന്നതും സഹോദരിയെ കഴുത്തിൽ കുരുക്ക് മുറുകിയ നിലയിൽ റൂമിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത്. പിന്നീട് ഇവർ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നു. ഒടുവിൽ 7 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആ പെൺകുട്ടി ഞായറാഴ്ച മരണത്തിലേക്ക് കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. റോഷ്നി. ശരി, അശ്വിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.